വിവാഹമോചനം നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നേരിട്ട് വിവാഹമോചനം നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ വരില്ല. പക്ഷേ നിങ്ങൾ പങ്കിട്ട കടങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് പ്രധാനമാണ്. തെറ്റായ രീതിയാണെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കുറയാനും വർഷങ്ങളോളം ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. ഓർക്കുക, നിങ്ങൾ ഒരുമിച്ചെടുത്ത ലോൺ, ക്രെഡിറ്റ് കാർഡ് പോലുള്ള കടങ്ങൾക്ക് വിവാഹശേഷവും നിങ്ങൾ രണ്ടുപേരും ഉത്തരവാദികളാണ്. കോടതി എന്ത് പറഞ്ഞാലും നിങ്ങളുടെ മുൻ പങ്കാളി പണം അടച്ചില്ലെങ്കിൽ നിങ്ങളുടെയും ക്രെഡിറ്റ് സ്കോർ താഴും. ഈ പ്രശ്നം 7 വർഷം വരെ നീണ്ടു നിൽക്കാം. നിങ്ങൾ പിന്നീട് കടങ്ങൾ തീർത്താലും മുൻപുണ്ടായ വീഴ്ചകൾ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ കാണിക്കും. ജോയിന്റ് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്താലും പഴയ മോശം റെക്കോർഡുകൾ പെട്ടെന്ന് പോകില്ല, പക്ഷെ കാലക്രമേണ അതിന്റെ ശക്തി കുറയും. വിവാഹമോചന സമയത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ സംരക്ഷിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. കഴിയുന്നത്ര ജോയിന്റ് കടങ്ങൾ വിവാഹമോചനത്തിന് മുൻപ് അടച്ചു തീർക്കുക. ജോയിന്റ് ലോണുകൾ ഒരാളുടെ പേരിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, വീട് കിട്ടുന്നയാൾ ഹോം ലോൺ സ്വന്തം പേരിലാക്കുക. നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് കൃത്യമായി പരിശോധിക്കുക. വിവാഹമോചന സമയത്ത് ക്രെഡിറ്റ് സ്കോറിന് പ്രശ്നങ്ങൾ സംഭവിച്ചാൽ വിഷമിക്കേണ്ട, അത് പരിഹരിക്കാനാകും. കൃത്യമായി ബില്ലുകൾ അടച്ചും കടങ്ങൾ കുറച്ചും നല്ല സാമ്പത്തിക ശീലങ്ങളിലൂടെയും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താൻ സാധിക്കും. വിവാഹമോചനം നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ നേരിട്ട് വരില്ല, എന്നാൽ ജോയിന്റ് കടങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമാണ്. ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ക്രെഡിറ്റ് ഭാവി സുരക്ഷിതമാക്കാം.